അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, റമളാൻ മാസം അത് ഖുർആൻ അവതരിച്ച മാസമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യപ്രകാശം അത് ഭൂമിയെ സ്പർശിച്ച മാസമാണ്. മനുഷ്യഹൃദയങ്ങൾക്ക് കൃത്യമായ ഒരു ദിശ ലഭിച്ച മാസമാണ്. ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നാം പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച്, അതിൻ്റെ ആദ്യ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവയുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ഒരു സൂക്ഷ്മഘട്ടവും നമുക്ക് മറക്കാനാവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യവചനങ്ങൾ ആദ്യമായി ഇറങ്ങിയതിന് ശേഷം കുറച്ചു കാലം വെളിപാടുകൾ നിലച്ചുപോയിരുന്നു. അതൊരു ശൂന്യതയല്ലായിരുന്നു, മറിച്ച് പ്രവാചകൻ്റെ ഹൃദയം ഒരുക്കപ്പെട്ട ഒരു ദിവ്യ ഇടവേളയായിരുന്നു. ഭയം ശമിപ്പിച്ച് പ്രവാചകത്വ ദൗത്യത്തിന് ഉറപ്പു നൽകിയ ഒരു സംഭവബഹുലമായ നിമിഷം. ഇന്ന് ഈ റമളാനിൻ്റെ പുണ്യ ദിവസത്തിൽ ഇവിടെ സംസാരിക്കാനായി ഉദ്ദേശിക്കുന്നതും അതേ വിഷയം തന്നെ. സഹോദരങ്ങളെ, ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ വെളിപാടുകൾ ലഭിച്ച ശേഷം കുറച്ച് ദിവസങ്ങൾ ആ ദിവ്യ സന്ദേശങ്ങൾ നിലച്ചുപോയിരുന്നു. ചരിത്രത്തിൽ ഇത് ഫത്രത്തുൽ വഹി അഥവാ ദിവ്യ വെളിപാടിൻ്റെ ഇടവേള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച ഏതെങ്കിലും രൂപത്തിലുള്ള ശിക്ഷയോ നീരസമോ ഒന്നുമായിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അങ്ങേയറ്റത്തെ ഒരു ദയയുടെ ഭാഗമായിരുന്നു ഈ ഒരു ഇടവേള. പ്രവാചകനിലുണ്ടായ ഭയം ശമിപ്പിച്ച ഒരു ഇടവേളയായിരുന്നു അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിച്ച ആദ്യത്തെ അനുഭവം അത് വളരെ ഗൗരവതരമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിയെ കണ്ട അനുഭവം ഭീതിയോടുകൂടിയാണ് പ്രവാചകൻ ഓർത്തെടുത്തത്. ആ ആദ്യ നിമിഷത്തിലെ വിറയലും ഭയവുമൊക്കെ മാറി ഹൃദയം ശാന്തമാകാൻ വേണ്ടി, പ്രവാചകത്വത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാരം മാനസികമായി സ്വീകരിക്കാൻ വേണ്ടി ഈ ഒരു ഇടവേള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അവൻ്റെ ദൂതനായി തിരഞ്ഞെടുത്തപ്പോൾ ആ ദൂതൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ക്രമേണ ശക്തിപ്പെടുത്താൻ അള്ളാഹു സ്വീകരിച്ച പദ്ധതിയായിരുന്നു ഇത്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ വെളിപാടുകൾ നിർത്തപ്പെട്ട ദിവസങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ ദിവ്യ സന്ദേശം ലഭിക്കാൻ ആഗ്രഹിച്ചു. ഇത് നമ്മെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രവാചകന് ദിവ്യ വെളിപാടുകൾ ഒരു ഭാരം മാത്രമല്ല, അതൊരു അനുഗ്രഹം കൂടിയായിരുന്നു എന്നതാണ്. കാരണം ഈ ദിവ്യ സന്ദേശം ലഭിക്കാതെ പോകുമ്പോൾ ആ ഹൃദയം അതിനെ തേടിത്തുടങ്ങുന്നു എന്നുള്ളത് ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ ഒരു പാഠമുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ വെളിപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല, അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തീരുമാന പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിഷയത്തിൽ സ്വതന്ത്രമായി യാതൊരു ഇടപെടലും നടത്താൻ സാധിക്കുമായിരുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ജിബ്രീൽ എന്ന മലക്കു വഴി പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇത് പ്രവാചകത്വ ദൗത്യത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. ആരുടെയും വ്യക്തിപരമായ ബുദ്ധിയുടെയും ചിന്തയുടെയും ഉൽപ്പന്നമല്ല ദിവ്യ വെളിപാടുകൾ. അത് പൂർണ്ണമായും പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ കുറച്ച് ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാടുകൾ വരാതിരുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ മേലുള്ള പിശാച് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ഞാൻ കരുതുന്നില്ല എന്ന്. ഈ അവസരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ സ്നേഹത്തോടെ പ്രവാചകന് ഏതാനും ആശ്വാസവചനങ്ങൾ ഇറക്കിക്കൊടുത്തു. പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ അധ്യായമായ സൂറത്തുൽ ദുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പ്രവാചകനോടായി പറയുന്നുണ്ട്, വദ്ദുഹ, പൂർവാഹ്നം തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ, മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയെ നിൻ്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, നിശ്ചയമായും പരലോകം നിനക്ക് ആദ്യ ലോകത്തേക്കാൾ അഥവാ ഇഹലോകത്തേക്കാൾ ഉത്തമമാകുന്നു. വല സൗഫ യുഅ്തീക റബ്ബുക ഫതർള, വഴിയെ നിൻ്റെ റബ്ബ് നിനക്ക് നിശ്ചയമായും തരികയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്. അലം യജിദ്ക യതീമൻ ഫആവ, നിന്നെ അവൻ അനാഥനായി കാണുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ. വവജദക ളാല്ലൻ ഫഹദ, നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തില്ലേ. വവജദക ആയിലൻ ഫഅഗ്ന, നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ട് നിനക്ക് ധന്യത നൽകുകയും ചെയ്തില്ലേ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്. വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും അരുത്. വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക. സഹോദരങ്ങളെ, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ സൂക്തങ്ങൾ വെറും വാക്കുകളല്ല, വേദനിക്കുന്ന ഹൃദയത്തിലേക്കുള്ള ദിവ്യ സാന്ത്വനമാണ്. നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തെ സ്വാധീനിക്കുന്ന എത്ര ആഴമുള്ള വാക്കുകളാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു റിപ്പോർട്ട് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആദ്യകാലങ്ങളിൽ അല്പ ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ വെളിപാടുകൾ വരാതെയായി. അങ്ങനെ വീണ്ടും തനിച്ചിരിക്കാൻ പ്രവാചകന് ഇഷ്ടമായി തോന്നി. ആദ്യത്തേതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് പോയി. അങ്ങനെയിരിക്കെ അദ്ദേഹം ഹിറാ ഗുഹയിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ എന്തോ ഒന്ന് മുകൾ ഭാഗത്ത് കാണുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ തല ഉയർത്തി മുകളിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ മുമ്പ് ഹിറാ ഗുഹയിൽ തൻ്റെ അടുക്കലേക്ക് വന്ന അതേ വ്യക്തി അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിൽ ഒരു ഉരുപ്പിടത്തിൽ ഇരിക്കുന്നു. അതുകണ്ട വേളയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വീണുപോയി. അദ്ദേഹത്തിൻ്റെ ബോധം തെളിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോവുകയും എനിക്ക് പുതച്ചു തരൂ, എനിക്ക് പുതച്ചു തരൂ എന്ന് പറയുകയും ചെയ്തു. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കയറി വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 74-ാം അധ്യായമായ സൂറത്ത് മുദ്ദസിറിലെ തുടക്കത്തിലുള്ള ഏതാനും സൂക്തങ്ങൾ പ്രവാചകന് പാരായണം ചെയ്തു കൊടുത്തു. യാ അയ്യുഹൽ മുദ്ദസിർ, ഹേ പുതച്ചു മൂടിയവനെ, കും ഫഅൻസിർ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക. വറബ്ബുക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും ചെയ്യുക. വറുജുസ ഫഹുജുർ, പാപം വെടിയുകയും ചെയ്യുക. ഇതോടുകൂടി പ്രവാചകത്വ ദൗത്യത്തിൻ്റെ തുറന്ന ആഹ്വാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. ദിവ്യ സന്ദേശം ലഭിക്കാതിരുന്ന ആ ഒരു ഇടവേള അതോടുകൂടി അവസാനിക്കുകയാണ്. പ്രവാചകൻ്റെ ഭയം മാറി, ഹൃദയം ദൃഢമായി. പ്രവാചകൻ ഇപ്പോൾ അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യത്തിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും സൂക്തങ്ങൾ ഇറങ്ങിത്തുടങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും ദിവ്യ വെളിപാടുകൾ ഇറങ്ങിത്തുടങ്ങി. ഇനി പ്രവാചകനെ സംബന്ധിച്ച് അതൊരു ഭയപ്പാടിൻ്റെ അനുഭവമാകണമെന്നില്ല, അതൊരു ഉത്തരവാദിത്തത്തിൻ്റെ അനുഭവമാകും. ഇത് പ്രവാചകന് തീർത്തും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവ്യ വെളിപാടുകൾ പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി മാനസികമായി തന്നെ അദ്ദേഹം തയ്യാറായി. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ലഭിക്കാതിരുന്ന ആ ഇടവേളകളിൽ അദ്ദേഹം പതിവ് പോലെ ഹിറാ ഗുഹയിലേക്ക് പോവുകയും ഏകാന്തമായിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ ഹൃദയം അവിടേക്ക് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പുതച്ചു കിടക്കുന്നവനെ എഴുന്നേൽക്കുക, മുന്നറിയിപ്പ് നൽകുക എന്ന പ്രവാചകനോടുള്ള പ്രഖ്യാപനം അത് ഇനി ധ്യാനത്തിലേക്കുള്ള വിളിയല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നു. അതൊരു പ്രഖ്യാപനത്തിലുള്ള വിളിയാണ്. പ്രവാചകൻ്റെ ഹിറാ ഗുഹയിലെ ഏകാന്തത അവസാനിച്ചിരിക്കുന്നു. ഇനി സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. ഇഖ്റ, നീ വായിക്കുക എന്നത് വ്യക്തിപരമായ ഒരു തയ്യാറെടുപ്പിൻ്റെ തുടക്കമായിരുന്നു എങ്കിൽ കും ഫഅൻദിർ, നീ എഴുന്നേൽക്കുക, മുന്നറിയിപ്പ് നൽകുക എന്നത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്
പ്രവാചകത്വ ദൗത്യത്തിൻ്റെ തുടക്കം നിർവഹിക്കാനുള്ള ആഹ്വാനമായിരുന്നു. ഈ ഒരു ഘട്ടത്തോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാറുകയാണ്. ശാന്തമായ ധ്യാന ജീവിതത്തിൽ നിന്ന് തുറന്ന ഒരു പ്രബോധന ജീവിതത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുകയാണ്. ഹിറാ ഗുഹയിലെ നിശബ്ദതയിൽ നിന്ന് മക്കയിലെ എതിർപ്പുകളും പരീക്ഷണങ്ങളും നേരിടാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ആദ്യം സ്വയം തയ്യാറാകാനുള്ള ഘട്ടം, പിന്നീട് പ്രവർത്തിക്കാനുള്ള ഘട്ടം. പുതച്ചു കിടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നത് അതൊരു ദൗത്യമാണ്. എഴുന്നേൽക്കുക, മുന്നറിയിപ്പ് നൽകുക, രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുക, ആത്മാവിനെ ശുദ്ധീകരിക്കുക, ഇതായിരുന്നു പ്രവാചകന് ലഭിച്ച കൽപ്പനയുടെ ആകത്തുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ പ്രബോധനം ആരംഭിച്ചു. ഒരു ചെറിയ വൃത്തത്തിൽ നിന്നായിരുന്നു അതിൻ്റെ തുടക്കം. കുടുംബം, സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്തവർ, പിന്നീട് അത് തുറന്ന ഒരു സമൂഹത്തോടായി മാറി. അങ്ങനെ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി ലഭിച്ച ദിവ്യ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ മരണം വരെ അദ്ദേഹത്തിൻ്റെ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു. പരിശുദ്ധ ഖുർആനിലെ 74-ാം അധ്യായമായ സൂറത്ത് മുദ്ദസിറിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്തത് ഖുർആനിലെ 73-ാം അധ്യായമായ സൂറത്ത് മുസമ്മിലാണ്. ഈ അധ്യായത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ വസ്ത്രമിട്ട് മൂടിയവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി അല്പസമയം ഒഴിച്ച് ബാക്കി സമയം എഴുന്നേറ്റ് നമസ്കരിച്ചു കൊള്ളുക. നിസ്ഫഹു അവിൻ ഖുസ് മിൻഹു ഖലീല, അതായത് അതിൻ്റെ പകുതി സമയം അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചുരുക്കിക്കൊള്ളുക. ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചു കൊള്ളുക. ഒരു സാവകാശ ക്രമത്തിൽ ഖുർആൻ നിർത്തി പാരായണം ചെയ്യുക. ഇവിടെ നമ്മളൊരു ഗൗരവമായ യാഥാർത്ഥ്യം കാണേണ്ടതുണ്ട്. പകലിൽ പ്രബോധനം ചെയ്യാനും രാത്രിയിൽ അല്പസമയം നിന്ന് നമസ്കരിക്കാനും പ്രവാചകനോട് കൽപ്പിക്കുമ്പോൾ ഒരു സമൂഹത്തെ നയിക്കാനുള്ള ശക്തിയും സഹായവും അത് രാത്രിയിലെ നിശബ്ദതയിൽ അള്ളാഹുവിലേക്ക് ഹൃദയത്തെ തിരിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമാണ്. മക്കയിൽ നേരിടാനിരിക്കുന്ന പ്രതിസന്ധികളിൽ, പരിഹാസങ്ങളിൽ, ഉപദ്രവങ്ങളിൽ, അതിനെയെല്ലാം മാനസികമായി നേരിടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായി ശക്തി നൽകിയത് രാത്രിയിലെ ദീർഘമായ നമസ്കാരമായിരുന്നു. ആദ്യമായി പ്രവാചകന് ലഭിച്ച ദിവ്യ വെളിപാടിലെ ആദ്യത്തെ പദം അത് ഇഖ്റ എന്നാണ്, നീ വായിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു കൽപ്പനയിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബിയായി മാറുകയാണ്, അഥവാ ദിവ്യ വെളിപാടുകൾ സ്വീകരിക്കുന്ന ഒരു ദൂതനായി മാറുകയാണ്. കും ഫഅൻദിർ, നീ എഴുന്നേൽക്കുക, മുന്നറിയിപ്പ് നൽകുക എന്ന കൽപ്പനയിലൂടെ അദ്ദേഹം ഒരു റസൂലായി മാറുകയാണ്, അഥവാ ദിവ്യ സന്ദേശം പ്രചരിപ്പിക്കുന്നവനായി മാറുകയാണ്. ഇത് രണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആത്മീയ മാറ്റത്തിലേക്കുള്ള വിളിയാളമല്ല, മറിച്ച് ലോക ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു ചരിത്രപരമായ മാറ്റത്തിലേക്കുള്ള കാൽവെപ്പാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ദൗത്യം ഒരുപക്ഷെ വളരെ ചെറുതായിരിക്കും. ജനങ്ങളോടൊരു നല്ല വാക്ക് പറയാൻ സാധിക്കണമെങ്കിൽ, ഒരു തിന്മയിൽ നിന്ന് ഒരാളെ തടയാൻ സാധിക്കണമെങ്കിൽ, ഒരു സത്യസന്ധമായ കാര്യത്തിന് ധാർമ്മികമായ പിന്തുണ നൽകാൻ സാധിക്കണമെങ്കിൽ അതിന് നമ്മുടെയൊക്കെ ആത്മീയ അടിത്തറ ഏറ്റവും മികച്ചതായിരിക്കണം. സൂറത്തുൽ മുദ്ദസിർ നമുക്ക് നൽകുന്ന പാഠം സമൂഹത്തിൽ എഴുന്നേറ്റു നിൽക്കാനാണ്. സൂറത്തുൽ മുസമ്മിൽ നമ്മളോട് പറയുന്ന പാഠം രാത്രിയിൽ നിന്ന് നമസ്കരിക്കാനാണ്. ഈ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി ഒരുപാട് ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും. അതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. സഹോദരങ്ങളെ, പ്രവാചകത്വത്തിൻ്റെ തുടക്കം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയത്. ഹിറാ ഗുഹയിലെ പ്രവാചകൻ്റെ ഏകാന്തവാസം, ആദ്യമായി ദിവ്യ വെളിപാടുകൾ ലഭിച്ച സമയത്തുള്ള പരിഭ്രമം, ദിവ്യ സന്ദേശം ലഭിക്കാതിരുന്ന ഒരു ചെറിയ ഇടവേള, നീ എഴുന്നേൽക്കൂ, താക്കീത് ചെയ്യൂ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന, രാത്രി നമസ്കാരത്തിൻ്റെ ആത്മീയ പരിശീലനം, ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ദൗത്യത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതൊരു വ്യക്തിപരമായ ബഹുമതിയായി അദ്ദേഹം കണ്ടില്ല, മറിച്ച് മുഴുവൻ മനുഷ്യർക്കും മുന്നറിയിപ്പ് നൽകാനുള്ള,
സത്യവും അസത്യവും വേർതിരിച്ചു കാട്ടാനുള്ള ഒരു പ്രത്യേക ദൗത്യമായി കൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കി അത് ഏറ്റെടുത്തു. പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ സൂറത്ത് ഫുർഖാനിലെ 1-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തൻ്റെ ദാസൻ്റെ മേൽ സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണം അഥവാ ഖുർആൻ അത് അവതരിപ്പിച്ചവൻ അനുഗ്രഹപൂർണനാകുന്നു. ലിയകൂന ലിൽ ആലമീന നദീറ, അദ്ദേഹം ലോകർക്കൊരു താക്കീതുകാരനായിരിക്കുന്നതിന് വേണ്ടി അത്രേ അത്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച സന്ദേശം അത് ഏതെങ്കിലും ഒരു ജാതിക്കോ ഒരു ദേശത്തിനോ വേണ്ടി അവതരിപ്പിച്ചതല്ല, മറിച്ച് അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകത്വത്തിൻ്റെ തുടക്കം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അത് മനുഷ്യ ചരിത്രത്തിൻ്റെ ദിശ തിരുത്തിക്കുറിച്ച ഒരു ദിവ്യ ഇടപെടലിൻ്റെ ചരിത്രമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം, ഹിറാ ഗുഹയിൽ അന്ന് തെളിഞ്ഞ ആ വെളിച്ചം ഇന്നും ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇരുട്ടുകൾ നീക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അവതരിച്ച വെളിച്ചം അത് ഖുർആനാണ്. അത് അവതരിപ്പിക്കപ്പെട്ട ദൂതൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഖുർആൻ അത് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യൻ പ്രവാചകൻ സ്വീകരിച്ച രീതി രഹസ്യ പ്രബോധനമായിരുന്നു. ചരിത്രത്തിൽ ആ ഒരു ഘട്ടം ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.